അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ നേരത്ത് മോള് പറഞ്ഞു, അമ്മ ഞാൻ എഗ് വിത്ത് ചിക്കൻ റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ആ ആയിക്കോട്ടെ. പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ് തോന്നി. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നല്ല ടേസ്റ്റിലൊരു ഐറ്റം തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അടുക്കളയിൽ പോയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ എന്നോട് വെച്ചു, ഞാനൊരു വീഡിയോ എടുക്കട്ടെ വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആയിക്കോട്ടെ എടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ വിചാരിച്ചിട്ട് യൂട്യൂബിൽ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഇതൊക്കെ യൂട്യൂബിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് ഇട്ടോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ വലിയ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വാടിയ ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഉള്ളി നല്ലോണം വാടി സെറ്റ് ആയ ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആ മസാലകളൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ നടുഭാഗത്തുള്ള മസാലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ മുട്ട ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മളിവിടെ 4 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയ്ക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ മുട്ട മാത്രമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ എല്ലാം പാടെ കൂടിയിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട ശേഷം നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ റൈസ് ഇട്ട ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ എഗ് വിത്ത് ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബിരിയാണി റൈസ് കൊണ്ട് ഉണ്ടാക്കി നോക്കുക. അതാവുമ്പോൾ ഇതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ബിരിയാണി റൈസ് കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗും അതുപോലെ തന്നെ ചിക്കനൊക്കെ വന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.